കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടി UDFിൻ്റെ ഭാഗമാണ് എന്നറിയാവുന്ന നേതാക്കന്മാർ വളരെ ചുരുക്കമാണ്. ഇവർ UDFിൽ ഉണ്ടായിരുന്നു എന്ന് UDFിലെ പല നേതാക്കന്മാരും അറിയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ വാർത്തകൾ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ മോഹം ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ രാഷ്ട്രീയ മോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേരള പ്രവാസി അസോസിയേഷൻ എന്ന ഒരു സംഘടന കേരളത്തിൽ രൂപപ്പെടുത്തിയത്. 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ ഫണ്ട് മുഴുവൻ നൽകാം എന്നുള്ളൊരു വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള പ്രവാസി അസോസിയേഷൻ എന്നുള്ള രാഷ്ട്രീയ പാർട്ടി രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് രൂപീകരിക്കുകയും ആ പാർട്ടിയെ UDFിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ത്രിതല പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനോട് UDF നേതാക്കന്മാരോട് ചോദിച്ചു, പറഞ്ഞ ഫണ്ടിങ് എത്തിയില്ല, എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ വെള്ളപ്പാലത്ത് പറഞ്ഞു ഫണ്ട് വരുമെന്ന് പറഞ്ഞത് ഞാനല്ലേ, ഫണ്ടിങ് എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഫണ്ട് ഇതുവരെയായിട്ടും ഈ ജനുവരി ആയിട്ടും ഫണ്ട് എത്തിയിട്ടില്ല. ഈ ജാഥയുടെ പോസ്റ്ററൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പോസ്റ്ററിലൊന്നും രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ ഫോട്ടോ കാണാനില്ല എന്നുള്ളത് ഏറെ കൗതുകത്തോടു കൂടിയിട്ടാണ് കേരള രാഷ്ട്രീയം നോക്കിക്കാണുന്നത്. എവിടെ പോയി രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്നൊരു ചോദ്യം ഉയരുകയാണ്. അത്യാവശ്യം ഒരു കോൺഗ്രസ് വികാരമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും UDF നേതൃത്വത്തോട് ചോദിക്കണം, ആരാണ് കേരള പ്രവാസി അസോസിയേഷനെയും രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെയും UDFിന്റെ ഘടകകക്ഷിയാക്കി മാറ്റിയത്? നമസ്കാരം. ഈ കേരള പ്രവാസി അസോസിയേഷനെ UDFിൽ നിന്ന് പുറത്താക്കിയോ? ഇവർ UDFിൽ ഉണ്ടായിരുന്നു എന്ന് UDFിലെ പല നേതാക്കന്മാരും അറിയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ വാർത്തകൾ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് എന്നെനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ UDF യോഗത്തിൽ ഏതോ ഒരു പാർട്ടിയുടെ ഒരു താടി വെച്ച ഒരാൾ UDF യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടി UDFിന്റെ ഭാഗമാണ് എന്നറിയാവുന്ന നേതാക്കന്മാർ വളരെ ചുരുക്കമാണ്. പല സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്തും ലീഗ് നേതാക്കന്മാരുടെ അടുത്തും RSPയുടെയും ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒക്കെ നേതാക്കന്മാരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് തങ്ങൾക്കറിയില്ല ഇങ്ങനൊരു ഘടകകക്ഷി UDFിനകത്ത് ഉള്ളത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനുശേഷം പിന്നീട് ഒരു പ്രാവശ്യം ഒരു പ്രമുഖ UDF നേതാവിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം കണ്ട് UDFിൻ്റെ ഒരു ഉന്നതാധികാര സമിതി യോഗത്തിൽ ഇവർ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ IT-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവരവിടെ അവതരിപ്പിച്ചിരുന്നു. കാരണം ഫ്യൂച്ചർ UDF എങ്ങനെ കേരളത്തിൽ ഫൈറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ വേണം കേരളത്തിൽ UDFിൻ്റെ പോളിസീസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്നൊക്കെയുള്ള ചില നയ രൂപീകരണ പരിപാടികളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ ഒരു ഉട്ടോപ്യൻ ആശയങ്ങൾ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് തന്നെ UDFിൻ്റെ നേതാക്കന്മാർ തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയുമാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം പിന്നീട് UDFിൻ്റെ പല പരിപാടികളിലും ഈ പറഞ്ഞ താടിക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് നിന്നാണ്, ഈ താടിക്കാരൻ്റെ ഫോട്ടോ കേരളത്തിലെ പ്രമുഖ UDF നേതാക്കന്മാരോടൊപ്പം, അതായത് KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം തന്നെ VD സതീശൻ്റെയും പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും പാണക്കാട് തങ്ങളുടെയും PJ ജോസഫ് സാറിൻ്റെയും ഒക്കെ കൂടെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ ഒരു ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്. ഈ മനുഷ്യൻ ഇന്നലെ വരെ കേരള രാഷ്ട്രീയത്തിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ എടുത്തു വെച്ച് നമ്മൾ നോക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാമൂഹിക പ്രവർത്തകനെ, ഒരു സാംസ്കാരിക പ്രവർത്തകനെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ UDFിൻ്റെ ഘടകകക്ഷിയായിട്ട് വന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി കേരള പ്രവാസി അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രവാസികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ കുറേ കാലഘട്ടത്തിൽ ഒരു 4-5 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5-8 വർഷക്കാലത്തെ ഈ പ്രവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ലിസ്റ്റും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരിടത്ത് പോലും ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ കേരള പ്രവാസി അസോസിയേഷൻ എന്ന സംഘടനയുടെ പേരോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ സംഘടന ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരു വ്യവസായിയാണ്. അദ്ദേഹം പ്രവാസി കൂടിയാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമൊന്നുമില്ല. അതുകൂടാണ്ട് അദ്ദേഹം ഒരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയാണ്. ബൈജൂസ് ആപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിലൊക്കെ ഉള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ ആരോപണ വിധേയൻ എന്നൊന്നും പറയത്തില്ല, പക്ഷേ ആ കേസിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ബൈജൂസ് ആപ്പിൻ്റെ കേസ് തീർന്നു കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബൈജൂസിന് അനുകൂലമായിട്ട് വിധിക്കുന്ന സമയത്ത് ഒരു വലിയ തുക ഇദ്ദേഹത്തിൻ്റെ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ കൈകളിൽ എത്തിച്ചേരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയിരിക്കാം ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ മോഹം ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ രാഷ്ട്രീയ മോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേരള പ്രവാസി അസോസിയേഷൻ എന്ന ഒരു സംഘടന കേരളത്തിൽ രൂപപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, പിന്നെ കേരളത്തിലെ ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയൊക്കെ നേരിട്ട് കാണുകയും UDFിൻ്റെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയും ഒരുപക്ഷെ അവർക്ക് ആവശ്യമായ ഫണ്ട്
2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ ഫണ്ട് മുഴുവൻ നൽകാം എന്നുള്ളൊരു വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള പ്രവാസി അസോസിയേഷൻ എന്നുള്ള രാഷ്ട്രീയ പാർട്ടി രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് രൂപീകരിക്കുകയും ആ പാർട്ടിയെ UDF ഉൾപ്പെടുത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുക്കാറായി. ത്രിതല പഞ്ചായത്തിൻ്റെ സമയത്ത് UDF രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനോട് പറഞ്ഞ ഫണ്ടിൻ്റെ കാര്യമൊന്നും ആയില്ലല്ലോ. നമുക്ക് ഈ ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓർമ്മ വരുന്നത് ലൂസിഫർ എന്ന സിനിമയ്ക്കകത്ത് ബോബിയോട് ഫണ്ട് ആവശ്യപ്പെടുന്ന വർമാജിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ വർമാജി എന്നുള്ള സ്ഥാനത്ത് UDF ഏത് നേതാവിനെ വേണമെങ്കിലും ഒന്ന് സങ്കല്പിക്കുക. അതിനുശേഷം ഈ ബോബിയുടെ സ്ഥാനത്തേക്ക് നമുക്ക് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെയും നമുക്ക് ഒന്ന് സങ്കല്പിക്കാം. ത്രിതല പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനോട് UDF നേതാക്കന്മാരോട് ചോദിച്ചു, പറഞ്ഞ ഫണ്ടിങ് എത്തിയില്ല, എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ വെള്ളപ്പാലത്ത് പറഞ്ഞു, ഫണ്ട് വരുമെന്ന് പറഞ്ഞത് ഞാനല്ലേ, ഫണ്ടിങ് എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഫണ്ട് ഇതുവരെയായിട്ടും ഈ ജനുവരി ആയിട്ടും ഫണ്ട് എത്തിയിട്ടില്ല. കഴിഞ്ഞ ഡിസംബർ തുടങ്ങി രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ UDF യോഗങ്ങളിൽ കാണാനില്ല. സത്യത്തിൽ മുങ്ങിയതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തെ UDF യോഗങ്ങളിൽ കാണാനില്ല. അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ പല UDF യോഗങ്ങളുടെയും ഏറ്റവും ഫ്രണ്ടിൽ വരുന്നതായിരുന്നു. ഇതിനു മുമ്പ് VD സതീശനാണോ K സുധാകരനാണോ നയിച്ചിരുന്ന സമരാഗ്നിയുടെയൊക്കെ ഒരു ഫുൾ ടൈം സ്പോൺസറായിരുന്നു ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ആ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ഇതാ ഇപ്പോൾ UDF പുതിയ ഒരു ജാഥ ആരംഭിക്കാൻ പോവുകയാണ്. 4-ാം തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഫെബ്രുവരി 4-ാം തീയതി മുതൽ കാസർഗോഡ് നിന്നും ജാഥ ആരംഭിക്കുകയാണ്. ഈ ജാഥയുടെ പോസ്റ്ററൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പോസ്റ്ററിലൊന്നും രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ ഫോട്ടോ കാണാനില്ല എന്നുള്ളത് ഏറെ കൗതുകത്തോടു കൂടിയിട്ടാണ് കേരള രാഷ്ട്രീയം നോക്കിക്കാണുന്നത്. എവിടെ പോയി രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്നൊരു ചോദ്യം ഉയരുകയാണ്. കഴിഞ്ഞ 3-4 UDF ഉന്നതാധികാര സമിതി യോഗത്തിലൊന്നും രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പങ്കെടുക്കുന്നില്ല. രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ കേരള പ്രവാസി അസോസിയേഷനെ UDF പുറത്താക്കിയോ, അതോ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് UDF നിന്നും മുങ്ങിയോ? കാരണം നമ്മൾ മറ്റ് പല ജില്ലകളിലും, കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള UDF ജില്ലാ ഘടകങ്ങളിലെ പല ആളുകളോടും വിളിച്ചു ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരള പ്രവാസി അസോസിയേഷനെ ഇങ്ങനെ UDF ഭാഗമാക്കി ഘടകകക്ഷിയായിട്ടോ അല്ലെങ്കിൽ അസോസിയേറ്റഡ് മെമ്പറായിട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് യാതൊരുവിധ നിർദ്ദേശങ്ങളും ജില്ലാ UDF ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ജില്ലാ UDF യോഗങ്ങളിലൊന്നും കേരള പ്രവാസി അസോസിയേഷൻ്റെ ആരും പങ്കെടുക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാണ്, ആരാണ് ഈ പറഞ്ഞ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കേരള പ്രവാസി അസോസിയേഷനെയും UDF ഉന്നതാധികാര സമിതിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? നമ്മളത് ആലോചിച്ച് നോക്കണം. മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ ഇരുന്നിട്ടുള്ള ഒരു സമിതിയാണ് UDF സംസ്ഥാന ഉന്നതാധികാര സമിതി എന്നൊക്കെ പറയുന്നത്. ആ ഉന്നതാധികാര സമിതിയിലാണ് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തും പിന്നെ വേറെ കുറേ അലവലാദികളുണ്ട്, അവരുടെയൊക്കെ പേര് നമുക്ക് ഇതിൻ്റെ പിറകെ നമുക്ക് പുറത്തേക്ക് വിടാം. ഇത് ആരാണ് ഇവരെയൊക്കെ ക്ഷണിച്ചുകൊണ്ടുപോയി ഈ UDF തലപ്പത്തിരുത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് അത്യാവശ്യം ഒരു കോൺഗ്രസ് വികാരമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും UDF നേതൃത്വത്തോട് ചോദിക്കണം, ആരാണ് കേരള പ്രവാസി അസോസിയേഷനെയും രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെയും UDF ഘടകകക്ഷിയാക്കി മാറ്റിയത്? അവർക്ക് കേരളത്തിലുള്ള സംഘടനാ സംവിധാനം എന്താണ്? അതല്ല എങ്കിൽ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം എന്താണ്? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തന പാരമ്പര്യം എന്താണ്? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? അതല്ലെങ്കിൽ ഒരുത്തൻ ഒരു സുപ്രഭാതത്തിൽ കുറേ പണവുമായിട്ട് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും മുന്നണിക്ക് കുറേ പൈസയും സംഭാവന നൽകി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന് ഈ UDF ഭാഗമായിട്ട് മാറാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ അത് UDF ഗതികേട് എന്നല്ലേ പറയാൻ സാധിക്കത്തുള്ളൂ. ഗതികേട് എന്നല്ലേ പറയാൻ സാധിക്കും, അതിനപ്പുറത്തേക്ക് വേറെ തന്നെ പറയാൻ സാധിക്കും. ഈ കേരള പ്രവാസി അസോസിയേഷന് സമാനമായിട്ട് നിൽക്കുന്ന ഒരുപാട് ഘടകകക്ഷികൾ UDF നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഈ UDF സംവിധാനത്തിനകത്ത് ആകപ്പാടെ എടുത്തു പറയാൻ സാധിക്കുന്ന 5-6 ഘടകകക്ഷികൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് കോൺഗ്രസ് ആണ്, 2 മുസ്ലിം ലീഗാണ്, 3-മത്തെ RSP ആണ്, 4-മത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെയാണ്, 5-മത് എന്ന് പറയുന്നത് CMP ആണ്, പിന്നെ അനൂപ് ജേക്കബിന്റെ പാർട്ടി. ഈ 6 പാർട്ടികൾ ഒഴിച്ചാൽ വേറെ ഈ പറയുന്ന UDF സംവിധാനത്തിനകത്തും UDF യോഗത്തിലും വന്നിരിക്കുന്നതെല്ലാം വെറും മരപ്പട്ടികളാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇനിയെങ്കിലും UDF നേതാക്കന്മാർക്ക് ഉണ്ടാവണം. ഞാൻ പറയട്ടെ, എത്ര ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലില്ലേ? അവരെല്ലാവരും 100 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാനുള്ള ഫണ്ടാവത്തില്ലേ? അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫ്രോഡ് മുതലാളിമാരുടെയൊക്കെ പുറകെ നടക്കേണ്ട ഒരു ഗതികേടുണ്ടോ? എവിടെയാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്? മുങ്ങിയോ അദ്ദേഹം? കഴിഞ്ഞ കുറേ UDF യോഗങ്ങളിലായിട്ട് അദ്ദേഹത്തെ കാണാനില്ല. വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല.
ദാ വന്നു ദേ പോയി എന്നുള്ള അവസ്ഥയായില്ലേ? ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറയുന്ന ആൾ സമരാഗ്നിയിൽ എത്ര രൂപ കോൺഗ്രസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ UDF വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഏതൊരു മുതലാളിക്കും വന്നൊരു പാർട്ടി ഉണ്ടാക്കി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ ഒരു പാർട്ടി ഉണ്ടാക്കി, ആ പാർട്ടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ UDF അംഗത്വം ലഭിക്കുമെന്നുള്ളതാണോ? കോൺഗ്രസ് വ്യക്തമാക്കേണ്ട കാര്യമല്ലേ? കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോഴിരിക്കുന്ന നേതാക്കന്മാരുടെ മാത്രം പാർട്ടിയല്ലല്ലോ, കേരളത്തിലെ ഓരോ ആളുകളുടെയും ഒരു പാർട്ടിയല്ലേ. ആ പാർട്ടി UDF നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു നിലപാടോടുകൂടിയ തീരുമാനം വേണ്ട എടുക്കാനായിട്ട്. UDF കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരോടും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോടും UDF നേതൃത്വത്തിന് വിശദീകരിക്കാനായിട്ട് ബാധ്യതയുണ്ട്. രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിന്റെ പാരമ്പര്യം എന്തായിരുന്നു? അദ്ദേഹം വെറും ഒരു കച്ചവടക്കാരൻ മാത്രമാണെന്നേ. അതുകൂടാതെ തന്നെ അദ്ദേഹം മറ്റേ കോഴിക്കോട് ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വലിയ പ്ലാനിങ്ങോട് കൂടിയിട്ട് ലോഞ്ച് ചെയ്തൊരു മുതലാളിയാണ്. എനിക്ക് തോന്നുന്നു ലൂസിഫർ സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങിത്തിരിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കക്ഷിയാണ് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് പറയുന്നത്. ഇനി UDF ഒരു ഫേസ് ആയിട്ട് UDF ഫ്ലെക്സിനകത്ത് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് കയറി കൂടിക്കഴിഞ്ഞാൽ അത് വലിച്ചു കയറിക്കളയേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ UDF എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. കാരണം UDF കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സീറ്റും അതോടൊപ്പം തന്നെ എന്താ പറയുക UDF അംഗത്വവും കിട്ടും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ഭാവി തലമുറയ്ക്ക് അല്ലെങ്കിൽ UDF നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരിക്കും എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.